ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെ വീക്കാണ്. ഇത് അമേരിക്കയിൽ ഇന്നലുണ്ടായിട്ടുള്ള ടെക്നോളജി ക്രാഷിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അമേരിക്കയിൽ നിന്നുള്ള ഡൗ ജോൺസ് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് ഇൻഡെക്സ് 511 പോയിന്റ് താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ചിപ്പ് വാർ വീണ്ടും വഷളാവും എന്ന തരത്തിലുള്ള ന്യൂസുകളാണ്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. തൈവാന് കൊടുക്കുന്ന സഹായത്തിന് തൈവാൻ തിരിച്ച് അതിന് വാല്യൂ കൊടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളിലൊരു സെൽ ഓഫ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 23-ാം തീയതി വരുന്ന യൂണിയൻ ബഡ്ജറ്റാണ് മേജർ ഇവൻറ്റ്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ, ധാരാളം Q1 റിസൾട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും 45ഓളം കമ്പനികൾ Q1 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകൾക്കനുസരിച്ച് അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ് അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിനനുസരിച്ചാണ് ഇനി മാർക്കറ്റ് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെ ഹോപ്പ്ഫുൾ തന്നെയാണ്. ഗവൺമെൻറ് ധാരാളം റിഫോം മെഷേഴ്സും അതോടൊപ്പം തന്നെ കോമൺ മാന് ഫേവർ ചെയ്യുന്ന പല പ്രപ്പോസൽസും ബഡ്ജറ്റിലുണ്ടാവുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റുകളിലെ വൊളാറ്റിലിറ്റി ഒരു പക്ഷേ നമ്മളെ ബാധിക്കാനായിട്ട് ചാൻസസ് കുറവാണ്. എന്നിരുന്നാലും വലിയ രീതിയിൽ ഗ്ലോബൽ സെൽ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ അത് ഇമ്പാക്റ്റ് ചെയ്തേക്കാം. ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ അമേരിക്കയിൽ നടത്തിയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് S&P 500 കറക്ഷൻ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഗോൾഡ്മാൻ സാക്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ S&P 500 ഇന്നലെ വീക്കായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കമ്മോഡിറ്റി കഴിഞ്ഞ 2 ദിവസം ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു ഗോൾഡ് അടുത്ത ദിവസങ്ങളിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഗോൾഡിന് വന്നിരിക്കുന്നത്. US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിന് വീണ്ടും നല്ല രീതിയിലുള്ള മുന്നേറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിലാണ് കുറച്ച് വൊളാറ്റിലിറ്റി കാണിക്കുന്നത്. $83 വരെ താഴതിന് ശേഷം ഇന്ന് $85.5 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത് $2468 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം റിഫോം മെഷേഴ്സ് യൂണിയൻ ബഡ്ജറ്റിലുണ്ടാകുന്നുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഒപ്പം തന്നെ ഡിഫൻസ് റിലേറ്റഡ് ഓർഡേഴ്സ് 1,50,000 കോടി രൂപയുടെ ഓർഡേഴ്സാണ് ഷിപ്പിംഗ് മാനുഫാക്ചറിങ്ങിന്, ഡിഫൻസ് ഷിപ്പുകളും അതുപോലെ തന്നെ സബ്മറൈനൊക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്നത്. 2 കമ്പനികൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നത്. ഒന്ന് മസഗൺ ഡോക്ക് ഷിപ്പ് യാർഡും അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് യാർഡും. അതോടൊപ്പം തന്നെ ഈ ഷിപ്പ് ഡിഫൻസ് ഷിപ്പുകളിലെല്ലാം സപ്ലൈ ചെയ്യുന്ന മറ്റ് അനുബന്ധ ഘടകങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ഭാരത് ഇലക്ട്രോണിക്സ്, ടാറ്റ പാറ്റേൺസ്, അത്തരത്തിലുള്ള ഡിഫൻസ് റിലേറ്റഡ് പ്രൈവറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസൊക്കെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് 840 കോടി രൂപ ഓർഡർ, പുതിയൊരു ഓർഡറും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 കമ്പനികളും ഇന്ന് നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം ഇതോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിലൊരു അഡ്വാൻസ് മൂവ്മെൻറ്റ് കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്, റിസ്ക് എടുക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി സെബി പുതിയൊരു അസറ്റ് ക്ലാസ്സും കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപയാണ് ഇതിൻ്റെ മിനിമം ടിക്കറ്റ് സൈസ് വരുന്നത്. SIP ചെയ്യണമെങ്കിലും 10 ലക്ഷമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടിനും PMSനും ഇടയിലുള്ളൊരു പുതിയ പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ്. ഈ ന്യൂസ് ഓൾമോസ്റ്റ് എല്ലാ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം ധാരാളം ബിസിനസ് വീണ്ടും AMCകൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഒരുപക്ഷെ PMSൽ നിന്നൊക്കെ കുറേ ഫണ്ട് ഇൻഫ്ലോ ഈ പുതിയ അസറ്റ് ക്ലാസ്സിലേക്ക് വന്നേക്കാം. ഒപ്പം ലോങ് റണ്ണിൽ PMS ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ ഫണ്ടിൽ 10 ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് 50 ലക്ഷത്തിന് മുകളിലാവുമ്പോൾ PMSലേക്ക് മാറ്റാനുള്ളൊരു അവസരം കൂടി കിട്ടുകയാണ്. അപ്പോൾ AMCകളെ സംബന്ധിച്ച്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ Q1 റിസൾട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ് 2 ദിവസമായിട്ടുള്ള വന്ന റിസൾട്ടിൽ എക്സലൻറ്റ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത് E2E നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ലോട്ടസ് ചോക്ലേറ്റ്, ജസ്റ്റ് ഡയലൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരുപക്ഷെ ഇന്ന് മുന്നേറ്റം കാണാം. ഒപ്പം ഓർഡർ ബാങ്കിങ് ന്യൂസ് നോക്കുകയാണെങ്കിൽ
KEC ഇൻ്റർനാഷണൽ വീണ്ടും ഓർഡർ കിട്ടിയിരിക്കുകയാണ്. 1100 കോടി രൂപ ഓർഡറാണ്. ഡൊമസ്റ്റിക് ഓവർസീസ് ഓർഡേഴ്സാണ്. അതുപോലെ തന്നെ ടെക്നോ ഇലക്ട്രിക് QIP പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1506.58 രൂപ പെർ ഷെയർ ആണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ മറ്റ് ന്യൂസുകൾ വരുന്നത് 170 അൺലിസ്റ്റഡ് പബ്ലിക് സെക്ടർ യൂണിറ്റുകളുണ്ട്. നോൺ ബാങ്കിങ് ഫിനാൻസ് രംഗത്തല്ല, മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളും ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളൊക്കെയാണ്. ഈ കമ്പനികളൊക്കെ ലിസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. മുന്നോടിയായിട്ട് ഒരുപക്ഷെ നാഷണൽ സീഡ്സ് കോർപ്പറേഷൻ, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, ഈ 3 കമ്പനികളായിരിക്കാം ആദ്യത്തെ IPO ആയിട്ട് വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ധാരാളം പ്രോഫിറ്റ് മേക്കിംഗ് PSU കമ്പനികളിലെ സ്റ്റോക്ക് അവർക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാനും IPOകൾക്ക് അക്വയർ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് വരാൻ പോകുന്ന റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ധാരാളം കമ്പനികളിൽ നിന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇൻഫോസിസ് ഉണ്ട്, പോളിക്യാബ് ഉണ്ട്, L&T ടെക്നോളജി സർവീസസ് ഉണ്ട്, ഹാവൽസ് ഉണ്ട്, JSW ഇൻഫ്ര ഉണ്ട്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഈ റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ടിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാർക്കറ്റിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ മൂവ് ചെയ്യാനും ഗ്ലോബൽ വൊളാറ്റിലിറ്റി കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചൊരു ഹോപ്പ് ഉണ്ട് യൂണിയൻ ബഡ്ജറ്റിൽ. അതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. യൂണിയൻ ബഡ്ജറ്റ് തീർച്ചയായിട്ടും വളരെ റിഫോം മെഷേഴ്സ് ഉണ്ടാവും. ഒപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ പവർ സെക്ടറിൽ, റിന്യൂവബിൾ എനർജി രംഗത്ത്, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ ബിസിനസ്, ഒപ്പം ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ് റിലേറ്റഡ്, റെയിൽവേസ്, ഇതിലൊക്കെ വീണ്ടും നല്ല പ്രപ്പോസൽസ് ഉണ്ടാവുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഒപ്പം F&O കോൺട്രാക്റ്റുകളുടെ കാര്യത്തിൽ കൺസൾട്ടേഷൻ പേപ്പർ ഇമീഡിയറ്റ് ആയിട്ട് സെബി റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. F&O കോൺട്രാക്ട് സൈറ്റ്സ് കൂടാനുള്ള ചാൻസസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ അമേരിക്ക, ജപ്പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോൺട്രാക്റ്റിനേക്കാളൊക്കെ വളരെ ബിഗാണ് അവിടെയൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ റെഗുലേറ്റർ അത്തരത്തിലൊരു ഹയർ ടിക്കറ്റ് സൈസിലേക്ക് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഓവർ സ്പെക്കുലേഷനും അതുപോലെ തന്നെ റീറ്റെയിൽ ക്ലയൻസിൻ്റെ ലോസസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഡിസിഷന് കാരണമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ഡിസിഷൻ അടുത്ത മാസങ്ങളിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ പുതിയ F&O എൻട്രൻസ്, പുതിയ F&Oയിലേക്ക് പുതിയ സ്റ്റോക്കുകളെ സെലക്ട് ചെയ്ത് എക്സ്ചേഞ്ചുകൾ അടുത്ത ദിവസങ്ങൾ അനൗൺസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഹോപ്പ്ഫുള്ളാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷനും വളരെ ഹോപ്പ്ഫുള്ളാണ്. എന്നിരുന്നാലും ഗ്ലോബൽ വൊളാറ്റിലിറ്റി മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ വേഴ്സായിട്ട് ഗ്ലോബൽ മാർക്കറ്റുകൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. അല്ലാത്ത പക്ഷം നമ്മൾ ബഡ്ജറ്റിന് മുമ്പ് വീണ്ടും നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സൊക്കെ പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസാണ് കാണുന്നത്. എന്നിരുന്നാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ അറ്റ് എവരി റൈസിൽ പ്രോഫിറ്റബിലിറ്റി ഉള്ള പൊസിഷനിൽ പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.